ബേസിൽ അലക്സാണ്ടർ. എൻ്റെ ഏജ് എന്ന് പറയുന്നത് 61. ഞാൻ വിവിധ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് SSLC പഠനകാലം കടലിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുടുംബത്തുണ്ടായിരുന്ന വാഹനത്തിൽ കടലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ മത്സ്യബന്ധന രീതിയും ഇന്നത്തെ മത്സ്യബന്ധന രീതിയും ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്ന് യന്ത്രവൽകൃതമില്ല. അന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രയത്നത്താൽ മാൻ പവർ ഉപയോഗിച്ചാണ് അന്ന് മത്സ്യമേഖല പ്രവർത്തിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന ഈ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു 5-10 മീറ്റർ അപ്പുറം ഇപ്പോൾ കടലാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ഇവിടെ ഏതാണ്ട് ഒരു 500-600 മീറ്റർ ഉള്ളിലോട്ട് നടന്ന് നമുക്ക് പോയിട്ട് വേണം തിരയൊടിയുന്നിടത്തോട്ട് എത്താൻ. അപ്പൊ ഇത് കടലിനും പ്രകൃതിക്കും സംഭവിച്ചൊരു മാറ്റമാണ്. ഈ യന്ത്രവൽകൃത മത്സ്യബന്ധനം വന്നപ്പോഴത്തേക്ക് ഈ മത്സ്യസമ്പത്തിന്റെ ആവാസം തന്നെ തീരത്താകമാനം ആദ്യകാലങ്ങളിൽ മാൻ പവർ കൊണ്ട് മത്സ്യബന്ധനം നടത്തി അന്ന് കിട്ടിക്കൊണ്ടിരുന്ന മത്സ്യസമ്പത്ത് മുഴുവനും ഇന്ന് കിട്ടുന്നില്ല. കാരണം അന്ന് ഈ വള്ളങ്ങള് 10-25 ആള് ചേർന്ന് വള്ളം തണ്ടും വങ്കായം ഉപയോഗിച്ചാണ് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ഈ തീരദേശ മേഖല ഏതാണ്ട് 2-3 കിലോമീറ്റർ ഈ കമ്പനിയുടെ പരിസരം തൊട്ടങ്ങ് കരുത്തുറ പള്ളിയുടെ പരിസരം വരെ എന്ന് പറയുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് ഈ തീരത്ത് തന്നെയാണ് തിരിച്ചു വള്ളങ്ങൾ മീനുമായിട്ട് അടുക്കുന്നതും കച്ചവടം നടക്കുന്നതും. അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന രീതിയിൽപ്പെട്ട കമ്പാവല, കൊച്ച് 4-5 പേര് ചേർന്ന് പോകുന്ന റാള് വല, പാച്ച് വല, അങ്ങനെ ഈ പാച്ച് വല എന്ന് പറയുന്ന തെരണ്ടി, വലിയ പൂന്തി, അത്തരം വലിയ മീനുകളെ പിടിച്ചോണ്ട് വരികയും ഈ റാള് വല എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അന്നും റാളുണ്ട് ഇന്നും റാളുണ്ട്, അന്നത്തെ വിലയല്ല ഇന്ന്. ഇത്തരം മത്സ്യസമ്പത്തൊക്കെ തന്നെ ഈ യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിലൂടെ നശിച്ചു പോവുകയാണ് ചെയ്തത്. അക്കാലത്തെ ബോട്ട് എന്ന് പറയുന്നത് മാൻ പവർ ഉപയോഗിച്ച് വലയിടുക, കൈക്ക് വല പിടിച്ചു കയറ്റുക. അന്ന് ധാരാളം മത്സ്യസമ്പത്ത് കിട്ടിയിരുന്നിടത്ത് അന്ന് കടലിൽ പോകുന്നവർക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പിന്നോട്ട് പോയിട്ട് ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസരത്തിലേക്ക് മത്സ്യത്തൊഴിലാളിയുടെ ഭവനങ്ങൾ
തീരത്തിൻ്റെതായിട്ട് മാത്രമുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തീരദേശം ഇങ്ങനെ സ്വതന്ത്രമായി കിടക്കുകയായിരുന്നു. തീരദേശം സ്വതന്ത്രമായി കിടക്കുന്നു, ഇവിടെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നു, ഇവിടെ തന്നെ വള്ളം അടുക്കുന്നു, ഇവിടെ തന്നെ മത്സ്യ വിപണനം നടക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷെ ഈ തീരദേശത്ത് എന്തെങ്കിലും തീരത്തിൻ്റെതായ പ്രകൃതിയുടെ പ്രത്യേകത വരുമ്പോൾ അത് തീരദേശം ഒന്നാകെ ഉണ്ടാകുന്നതാണ്. അല്ലാതെ മറ്റൊരു പ്രതിഭാസം ഈ പ്രദേശത്ത് മാത്രമായിട്ട്, ഈ കടലിൽ മാത്രമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പനപ്പൂപ്പന്മാരുടെ തലമുറയിൽപ്പെട്ടവർക്ക് അന്ന് അവർ സമയം പോലും, അന്ന് ഈ വാച്ചുകളോ ഘടികാരങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പോലും കൃത്യമായ സമയം അവർ പറയുമായിരുന്നു. അത് സൂര്യന്റെ ദിശ നോക്കിയും ഒക്കെയാ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യ ടൈമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാറില്ല. അതുപോലെ തന്നെയാണ് അവർ ഈ ഏത് സമയത്ത് ഏത് ദിശയിൽ നിന്ന്, തെക്കൻ കടൽ എന്നൊക്കെ പറഞ്ഞ് കടലുകളുണ്ട്, അങ്ങനെ ഏത് ദിശയിൽ നിന്ന് കടലുണ്ടാവും, ഏത് ദിശയിൽ നിന്ന് കാറ്റ് വീശും, ഏത് കാറ്റ് വീശിയാൽ കടലിൽ കിടക്കുന്നവർക്ക് അപകടമാണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് ആ കാലഘട്ടത്തിൽ, ആ തലമുറയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്ന തലമുറ ആ കടലിൻ്റെ ആ സവിശേഷത മനസ്സിലാക്കാതെയും അല്ലെങ്കിൽ ആ കടലിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതിൽ പരാജിതരായി മാറുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ അറിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യം അന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന അറിവൊന്നും എനിക്കില്ല. ഇനി അടുത്തൊരു തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ അത് കാര്യം അതൊരു ഇന്ന് ആ തലമുറയിൽ ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് 90% മുകളിലും പേരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് ഒരു 60% ചുരുങ്ങി. അപ്പോൾ അത് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുടെ ഭാഗമാണ്. അന്ന് അത്തരം പവിഴ്പൊട്ടികൾ കടലിൻ്റെ അടിത്തട്ടിലില്ല. കാരണം ഈ യന്ത്രവൽകൃത മത്സ്യബന്ധനം വന്നപ്പോഴത്തേക്ക് അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത്. യന്ത്രവൽകൃത മത്സ്യബന്ധനം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇത്തരം കടലിൻ്റെ അടിത്തട്ടിലുള്ള പവിഴപ്പൊട്ടികളൊക്കെ നശിച്ചു പോയി. ഈ തീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നവരാണ് ഞങ്ങളൊക്കെ ആദ്യം ഉറക്കമെണീറ്റ് നോക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ട് നോക്കി കടലമ്മയെ വന്ദിച്ചിട്ടാണ്. കടലമ്മ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഞങ്ങളുടെ പോറ്റമ്മയാണ്. നമ്മൾ നമ്മുടെ അമ്മയെ വണങ്ങുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ, അതുപോലെ നമ്മളുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കിയാണ് പറയുന്നത്. അത് ആദ്യകാലം തൊട്ട് ഈ മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ നേരെ കടലമ്മയ്ക്ക് ദർശനം വരിക, അമ്മയോട് സങ്കടങ്ങൾ പറയുന്നു, ദുരിതങ്ങൾ പറയുന്നു. അപ്പം അതൊക്കെ ഒരുപക്ഷെ നമ്മൾ ആ കടലിലോട്ട് കനിവ് തേടി പോകുമ്പോൾ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും നമ്മൾ വെറും കൈയോട് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വളർത്തമ്മ ഉള്ളത് കണക്ക് നമ്മുടെ പെറ്റമ്മ ഉള്ളത്, നമ്മുടെ പെറ്റമ്മയെ പോലാണ് നമ്മുടെ പോറ്റമ്മയും മത്സ്യത്തൊഴിലാളി സ്നേഹിക്കുന്നത്. മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ കടലിൻ്റെ മക്കൾക്ക് എന്നും കടലെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ കടലമ്മയോട് പറഞ്ഞിട്ടാണ് വരുന്നത്, ഞാൻ അമ്മയുടെ മഴത്തട്ടിൽ വരികയാണ്, എന്നെ അമ്മ കാത്തുകൊള്ളണം. ആ വാക്കിനകത്തെല്ലാം ഉണ്ട്, നമ്മളെ കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യവും അതിനകത്ത് അടങ്ങുകയാണ്. അത് എല്ലാ ഒരു മത്സ്യത്തൊഴിലാളി എന്നല്ല, മുഴുവൻ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും ഇത് പറഞ്ഞിട്ടാണ് കടലിലോട്ട് ഇറങ്ങുന്നത്. ഞാൻ ഏറ്റവും ആദ്യം പോകുന്ന കടലും ഇപ്പോഴത്തെ കടലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറേ കടല് തിരകൾക്ക് പൊക്കം കൂടിയിട്ടുണ്ട്. അന്ന് ഇത്രയും വലിയ തിരകളില്ല. അത് മൺസൂൺ കാലത്തൊക്കെ വരുന്ന തിരകളല്ലാതെ മറ്റ് സമയങ്ങളിലൊക്കെ തന്നെ കടല് ശാന്തമായി വേറെ ഓളങ്ങൾ മാത്രമായിട്ട്, നമ്മൾ കായലിൽ ഓളം അടിക്കുന്ന നമുക്ക് ഓളങ്ങൾ മാത്രമായിട്ടാണ്. ഇപ്പം അതേസമയം അത് ഒടിയുന്ന തിരകൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മാറ്റമുണ്ട്, കടലിലുണ്ടായ ഒരു മാറ്റമാണ്. കടലിൽ പോകാം, മാത്രമല്ല ഇന്നും മിക്ക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ
കടലിൽ വന്ന് കുളിച്ച് ആ കടലമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് എല്ലാവരും, ഈ കടൽ തീരത്ത് വളർന്ന എല്ലാവരും, ഞങ്ങളൊക്കെ നീന്തൽ പഠിച്ചത് തന്നെ കടലിൽ കിടന്നാണ്. നമ്മൾ നീന്തൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിൽ പോയിട്ടോ അല്ല, എല്ലാവരും കടലിൽ തന്നെയാണ് നീന്തൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കടലിൽ 1-2 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയിട്ട് തിരിച്ചു വരാനും കഴിയും.